ഹലോ ഫ്രണ്ട്സ്, ഡേയ്സ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നല്ലേ, അടിമുടി ഒന്ന് നന്നാവാനല്ലേ. അപ്പോൾ അതൊക്കെ വെച്ച് ഞാൻ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി. അതിൻ്റെ ആദ്യത്തെ ദിവസമാണ് ഇന്ന്. രാവിലെ തന്നെ എനിക്ക് എഴുന്നേക്കാൻ പറ്റി. രാവിലെ തന്നെ ഇന്ന് മഴയൊന്നുമില്ല, നല്ല സൂര്യനൊക്കെ ഉദിച്ച് നിൽക്കുന്നുണ്ട്. ഈ ഒരു മാവാണ് കേട്ടോ. ഇവിടെ നിറയെ കിളികളുണ്ട്. അപ്പോൾ നല്ല കിളികളുടെയൊക്കെ സൗണ്ടൊക്കെ കേട്ട് ഞാൻ കുറച്ച് നേരം റിലാക്സ് ചെയ്തിരുന്നു. കുറച്ച് നേരം മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് രാവിലെ തന്നെ ചെയ്യുന്നത്. ഞാനന്ന് എനിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്ന് പറഞ്ഞത് മെൻ്റൽ ഹെൽത്താണ്. അപ്പോൾ അതിൻ്റെ റിലേറ്റ് ചെയ്താണ് ഈ മെഡിറ്റേഷനൊക്കെ ഞാൻ ചെയ്യുന്നത്. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ സൺലൈറ്റ് കണ്ട് നിൽക്കുകയും കുറച്ച് നേരം റിലാക്സ് ചെയ്തൊക്കെ നിന്നതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കുറേ നേരം നമ്മുടെ മൈൻഡൊക്കെ രാവിലെ ഒന്ന് റിഫ്രഷ് ആവാൻ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ വെറുതെ നിൽക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതാ റൂമൊക്കെ അലങ്കോലപ്പെട്ട് കിടപ്പുണ്ട്. കാരണം ഞാൻ കുറച്ച് ദിവസം വീട്ടിലില്ലായിരുന്നു, നാട്ടിലായിരുന്നു. സോ തിരിച്ചു വന്നപ്പോൾ ഇതായിരുന്നു അവസ്ഥ. കാരണം അന്ന് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകാൻ നേരത്തെ അതും ഇതൊക്കെ എടുത്ത് ഇവിടെ വെച്ചിട്ട് പിന്നെ തിരിച്ചെടുത്ത് വെക്കാൻ ഒന്നും പറ്റത്തില്ല. പ്രത്യേകിച്ച് രാവിലെ ആയിരുന്നു ട്രെയിൻ. അപ്പോൾ തിരിച്ച് വന്നപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് ക്ലീൻ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ വന്ന് നല്ല ലേറ്റ് ആയതുകൊണ്ട് ഇന്ന് രാവിലെ ക്ലീൻ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരം മെഡിറ്റേഷനും ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ റൂം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ റൂമൊക്കെ ഒരുവിധം നന്നായിട്ട് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടു. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്, നമ്മൾ 100 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്കതൊരു വലിയ കാര്യമാണ്. എന്നെ ഫോളോ ചെയ്യുന്ന ഒരു 100 പേരെന്ന് പറയുന്നത് വളരെ വലിയൊരു, എനിക്ക് ഭയങ്കര ഒരു അഭിമാനമാണ് തോന്നിയത്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മോർണിംഗിലെ ഒരു മെഡിറ്റേഷനും നമ്മുടെ ഒരു റൂം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ ശേഷം ഞാൻ കുളിക്കാനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടിട്ട് ഒരു മോർണിംഗ് വാക്കിന് പോകാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോ പോലെ അല്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു നോക്കണം. മൊത്തത്തിൽ ഒന്ന് നന്നാവാനും അതുപോലെ ലൈഫിൽ ഒരു മാറ്റമൊക്കെ ആവശ്യം ഉണ്ട് എന്ന് കരുതുന്നവർക്ക് അതൊരു ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ എനിക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നുണ്ട്, ഒരു 5 കിലോ എനിക്ക് കുറയ്ക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മോർണിംഗ് വാക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു റൊട്ടീനിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഡേ ആയി ഇന്ന്. ഞാൻ ഒരുപാട് നടന്നില്ല കേട്ടോ, ആദ്യത്തെ ദിവസമല്ലേ. ഇപ്പോൾ നമ്മൾ കുറേശ്ശെ വേണം കൂട്ടി വരാനായിട്ട്. അപ്പോൾ ഞാൻ ഒരു 2.5 കിലോമീറ്ററൊക്കെ നടന്നു. ഡിജിറ്റൽ വാച്ച് അല്ലെങ്കിൽ സ്റ്റാർവ എന്ന് പറയുന്ന ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് എത്ര നടന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതിനുശേഷം വന്ന ഉടനെ കുളിക്കാനുള്ള സാധനമൊക്കെ എടുത്തിട്ടുണ്ട്. വന്ന ഉടനെ എനിക്ക് കുളിക്കാൻ പറ്റി. കുറച്ച് നേരം ഞാൻ റിലാക്സ് ചെയ്ത് താഴെ തന്നെ ഇരുന്നതിന് ശേഷമാണ് വന്ന് കുളിക്കുന്നത്. ഉടനെ വർക്കൗട്ട് ചെയ്ത ഉടനെ നമ്മൾ കുളിക്കത്തില്ല. അപ്പോൾ കുറച്ച് നേരം റിലാക്സ് ഒക്കെ ചെയ്ത ശേഷം വന്നു കുളിച്ചു. ഇനി ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞ് എനിക്ക് സ്കിന്നിൻ്റെയൊക്കെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോഴത്തേക്കും എനിക്ക് അതൊരു കൺസേൺ ആണ്. അപ്പോഴത്തേക്ക് എനിക്ക് ചെറിയ രീതിയിലുള്ള ഒരു സ്കിൻ കെയർ ഒക്കെ ഞാൻ എൻ്റെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൺസേൺ അനുസരിച്ച് ഇതുപോലെ ചെറിയ രീതിയിൽ സ്കിൻ കെയർ എല്ലാവരും ചെയ്യണം, അതുപോലെ ഹെയർ കെയർ അതൊക്കെ എല്ലാവരും ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു കൺസേൺ അനുസരിച്ച് നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് ഒരുപാട് സമയമുണ്ടല്ലേ, നമുക്കത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതി വയ്ക്കുക. അത് ഓവർകം ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തുക. ഇപ്പോൾ ഞാൻ എൻ്റെ സ്കിൻ കെയർ ശ്രദ്ധിക്കുന്നത് പോലെ നിങ്ങളും ഇതേപോലെയൊക്കെ ട്രൈ ചെയ്യാൻ നോക്കുക. അതായത് ഇപ്പോൾ എന്താണേലും നമ്മൾ അത് ഡെയിലി ചെയ്യുമ്പോഴാണ് നമുക്ക് അതൊരു ബലം ഉണ്ടാകുന്നതല്ലേ. അപ്പോൾ എന്തൊക്കെ ആയാലും നിങ്ങൾ ആ ഒരു എഴുതി വെച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതുതായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ എഴുതി വെക്കുന്ന ആ ഒരു കാര്യങ്ങളുണ്ടല്ലോ, അത് ഡെയിലി ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കുക. അത് മാക്സിമം ട്രൈ ചെയ്യുക. അതിനുവേണ്ടി ജേർണലിംഗ് ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡെയിലി നൈറ്റ് വേണമെങ്കിൽ നമുക്ക് എഴുതാം, അല്ലെങ്കിൽ മോർണിംഗ് തന്നെ രാവിലെ എഴുന്നേറ്റ് ഒരു മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് ഈ ഒരു ജേർണൽ എഴുതാം. എന്നിട്ട് അതിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് രാത്രി അനലൈസ് ചെയ്യാം. ചെയ്തിട്ടില്ലെങ്കിൽ അത് പതിയെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് ഓരോ ദിവസവും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. നമ്മൾ പറഞ്ഞ പോലെ 1% ഡെയിലി ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കണം അല്ലേ. നിങ്ങളെല്ലാവരെയും പോലെ ഒരു ആളാണല്ലേ ഞാൻ. അപ്പോൾ ഞാനും കുറേ നാളായിട്ട് ഇങ്ങനെ ജീവിച്ച് പോകുമ്പോഴത്തേക്കും കുറേ നമുക്കൊരു നിരാശയാണ്. ഇതെന്താണ് ദിവസം ഇങ്ങനെ കടന്നു പോകുന്നു, ജീവിതത്തിൽ ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ഒരു സങ്കടമാണല്ലേ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറേ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കുറേ മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതോടൊപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഇതിനുവേണ്ടി ഒരുപാട് ബുക്സൊക്കെ ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട്. അതേപോലെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. കൂടുതലും എനിക്ക് ബുക്സിൽ നിന്നൊക്കെയാണ് കിട്ടിയത്. അറ്റോമിക് ഹാബിറ്റ്സ് ഒക്കെ പോലെയുള്ള നല്ല ഒരുപാട് ബുക്സ് ഉണ്ട്. അതിൽ എനിക്ക് ഒരുപാട് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ അലമാരയൊക്കെ കുറേ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എല്ലാം കൂടി ഞാൻ കൂട്ടിയിട്ടേക്കുമായിരുന്നു. അതൊക്കെ ജസ്റ്റ് ഒന്ന് അടുക്കി പെറുക്കി വെച്ചു. അതൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുവിധം ക്ലീനിങ് പ്രോസസ്സ് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ അന്ന് നമ്മൾ എഴുതിയല്ലോ, അതായത് നമ്മുടെ പോരായ്മകൾ ഞാൻ നോട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മറികടക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇങ്ങോട്ടൊന്ന് എഴുതി അതിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക, സ്കിൻ കെയർ, ഹെയർ കെയർ, ഫോൺ യൂസേജ് കുറയ്ക്കുക, എക്സസൈസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പഠിക്കുന്നുണ്ട്. അതേപോലെ കെയർ എബൌട്ട് ഡ്രസ്സിങ്, അതായത് എൻ്റെ ലുക്കൊന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഡ്രസ്സൊക്കെ ഇപ്പോൾ കൂടുതലും ഞാൻ കളറായിട്ടുള്ള യെല്ലോ, വൈറ്റ് അങ്ങനെയുള്ള ഒരുപാട് ഡാർക്ക് കളറിൽ നിന്ന് ഞാൻ കുറച്ചുകൂടി ലൈറ്റ് കളറൊക്കെ മാറ്റി ഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വെയിറ്റ് ലോസിൻ്റെ ഭാഗമായിട്ട് എക്സസൈസ് ഇപ്പോൾ ഇന്ന് ചെയ്തു. പിന്നെ എക്സ്ട്രോവേർട്ടാണ് ഞാൻ, വളരെ ഒരു ഇൻട്രോവേർട്ട് ആളാണ്. അപ്പോൾ ഞാൻ ഇനി കൂടുതലും ആൾക്കാരുമായിട്ട് മാക്സിമം ടൈം കിട്ടുമ്പോൾ സംസാരിക്കാൻ ട്രൈ ചെയ്യും. പിന്നെ മെയിൻ തിങ്, മറ്റുള്ളവർ എന്തോ പറയട്ടെ, നമ്മൾ സ്വന്തം കാര്യം നോക്കി നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക.
അതിനുശേഷം കുറച്ച് നേരം ഞാൻ പഠിക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അന്ന് നമ്മളൊരു വീഡിയോ ചെയ്ത് അത് കണ്ടിട്ടില്ലാത്തവർ കാണുക. ആ ഒരു വീഡിയോ വെച്ച് നമ്മുടെ പോരായ്മകളും അതിൽ നമ്മൾ എങ്ങനെ അത് മുന്നോട്ട് വരണം എന്ന കാര്യങ്ങളും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അത് ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം. ഒരുപാട് കാര്യങ്ങളിങ്ങനെ ഇൻക്ലൂഡ് ചെയ്ത് വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. ഒരു മീഡിയം ആയിട്ടുള്ളൊരു ടൈം ടേബിൾ ആയിരിക്കണം ഉണ്ടാക്കുക. ഇനി നമ്മൾ റിലാക്സ് ചെയ്യാനും മാക്സിമം ടൈം എടുക്കണം. എന്നിട്ട് ആ ടൈം ടേബിൾ ഡെയിലി അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്യുക. മാക്സിമം അത് അച്ചീവ് ചെയ്യാൻ നോക്കുക. ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഓരോ ദിവസമായിട്ട് ഓരോ പടി ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരിക. ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ നല്ല മഴയായി. അല്ലെങ്കിൽ ഇങ്ങോട്ട് വെള്ളം വീഴും. അതുകൊണ്ട് ഞാൻ ഡോറൊക്കെ പൂട്ടി. ഇപ്പോൾ ഇന്ന് ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തപ്പോൾ എൻ്റെ മനസ്സ് തന്നെ ഒരു ഓക്കെയാണ്. ഞാൻ വളരെ നല്ല ഹാപ്പിയാണ്. അല്ലെങ്കിൽ ഞാൻ ഈ ഒരു സമയത്ത് സങ്കടപ്പെട്ട് ഫോണും സ്ക്രോൾ ചെയ്തിരിക്കുന്ന ഒരു മൊമെൻ്റാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ ഹാപ്പിയാണ്. കാരണം എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ പറ്റി, എക്സസൈസ് ചെയ്യാൻ പറ്റി, കുറച്ചൊക്കെ പഠിക്കാൻ പറ്റി. വളരെ ഹാപ്പിയാണ്. അത് കണക്ക് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, ഇപ്പോൾ ഞാൻ വാട്ടർ ഫില്ല് ചെയ്തു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ തന്നെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ വേറൊരാൾ ചെയ്തു തരും എന്ന് കരുതി നമ്മളിങ്ങനെ ഇരിക്കാതെ അത് നമ്മൾ തന്നെ ചെയ്യുക. പഠിക്കാനുള്ള സമയം വേറൊരാൾ ഉണ്ടാക്കി തരുമെന്നും പറഞ്ഞിരുന്നാൽ നമുക്ക് അവിടെ ഇരിക്കാനേ പറ്റുമോ? നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുകയല്ലേ വേണ്ടേ? അതുപോലെ തന്നെയാണ് എല്ലാം. ഹെൽത്തി ഫുഡ് ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ മറ്റൊരാൾക്ക് നമുക്ക് ഉണ്ടാക്കി തരാൻ പറ്റണമെന്നില്ല. അപ്പോൾ അത് നമ്മൾ മുൻകൈ എടുത്ത് ചെയ്യണം വേണ്ടത്. ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഞാൻ കുറച്ച് പഠിക്കുകയൊക്കെ ചെയ്തു. ഈവനിങ് ഒക്കെ ആയി. അപ്പോൾ പിന്നെ കുറച്ച് വീണ്ടും വേറൊരു ടോപ്പിക് എടുത്ത് പഠിക്കുകയാണ് ചെയ്തത്. അവസാനമായിട്ട് രാത്രി ഈ ഒരു ദിവസത്തെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഹാപ്പി ആണെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു ഡിസിപ്ലിൻഡ് ലൈഫാണ് ഫോളോ ചെയ്യുന്നതെന്ന് ഉറപ്പായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളത് അച്ചീവ് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.